ഇന്ന് സൗദിയിൽ നടന്ന കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് സ്പെഷ്യൽസിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽസ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. പിന്നെ സൗദി ഫാൻസിന് വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് ഓരോ മാച്ചിലും അല്ലെങ്കിൽ റെസ്ലേഴ്സ് വരുന്ന സമയത്തും അറിയാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റാൻഡി ഓട്ടനൊക്കെ വന്ന സമയത്ത് ഒരു വസ്തു കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ ലെവൽ സപ്പോർട്ടായിരുന്നു റാൻഡി ഓട്ടന്. അതുപോലെ കോഡി റോഡ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് നല്ല മാറ്റം ഇപ്പോൾ ഇവർക്ക് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം ചെയ്തിട്ടുള്ള മാച്ചുകളും എല്ലാം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. വുമൺസ് വേൾഡ് ചാമ്പ്യനായ ബെക്കി ലിഞ്ച് വേഴ്സസ് ലിവ് മോർഗൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു നോർമൽ മാച്ച് പോലെയാണ് മുന്നോട്ട് പോയത്. എന്നാൽ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് രണ്ടു പേരുടെയും പെർഫോമൻസ് നന്നായി എന്ന് തന്നെയല്ല, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് ഈ മാച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മാച്ചിൻ്റെ അവസാന ഘട്ടത്തിൽ ബെക്കി ലഞ്ച് സബ്മിഷൻ ഉപയോഗിച്ചുകൊണ്ട് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ എല്ലാം ചെയ്യും. എന്നാൽ ആ സമയത്ത് ഡൊമിനിക് മിസ്റ്റീരിയോ അവിടെ വരുന്നതായിട്ടും അത് കണ്ട ബെക്കി ലഞ്ച് ഡൊമിനിക് മിസ്റ്റീരിയോട് റിങ്ങിൽ കയറണ്ട, അല്ലെങ്കിൽ അവിടെ നിന്ന് പോകാൻ ഈ ഒരു ടൈപ്പിലെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം ബെക്കി ലഞ്ച് ലിവ് മോർഗനെ ബെക്കി ലഞ്ചിന്റെ മാൻ ഹാൻഡിൽ സ്ലാം ചെയ്യാൻ നോക്കും. അത് ലിവ് മോർഗൻ റിവേഴ്സ് ചെയ്ത് ബെക്കി ലഞ്ചിനെ തന്നെ അറ്റാക്ക് ചെയ്തു. ശേഷം ഡൊമിനിക് മിസ്റ്റീരിയോ ഒരു ചെയർ എടുത്ത് ബെക്കി ലഞ്ചിന് ഇട്ട് കൊടുത്തുകൊണ്ട് ലിവ് മോർഗനെ അറ്റാക്ക് ചെയ്യാനായിട്ടെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ പോയി റഫറിയുടെ ശ്രദ്ധയെല്ലാം തെറ്റിക്കും. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ബെക്കി ലഞ്ചിനെ ചെയറിന് മുകളിലേക്ക് ലിവ് മോർഗൻ എടുത്തടിക്കുന്നതായിട്ടും അതിനുശേഷം ലിവ് മോർഗന്റെ ഫിനിഷറായ ഒബ്ലിവിയൻ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ലിവ് മോർഗനാണ് വിൻ ചെയ്ത് ന്യൂ വുമൺസ് വേൾഡ് ചാമ്പ്യൻ ആയത്. അതിനുശേഷം ഡൊമിനിക് മിസ്റ്റീരിയോ തലയിൽ കൈവച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതായത് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഡൊമിനിക് വന്നത് ലിവ് മോർഗനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണെങ്കിൽ ആ മാച്ചിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം ലിവ് മോർഗൻ തോൽക്കാൻ പോയ സമയത്താണ് ഡൊമിനിക് വന്നതുകൊണ്ട് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് എല്ലാം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഡൊമിനിക്കിന് ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാച്ചിന്റെ റിസൾട്ട് കണ്ടപ്പോൾ ഒരുവിധം എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ടാകും. ഇപ്പോൾ ലിവ് മോർഗൻ പുതിയ വുമൺസ് ചാമ്പ്യൻ ആയിട്ടുണ്ട്. ഇനി റിയ റിപ്ലി വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഇത് വിടാതെ ബെക്കി ലഞ്ച് ബാക്ക് സ്റ്റേജിൽ വെച്ചുകൊണ്ട് ലിവ് മോർഗനുമായിട്ട് റോയൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ റീമാച്ച് വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ റീമാച്ച് വന്നാലും ലിവ് മോർഗൻ തന്നെയായിരിക്കും സ്റ്റിൽ ചാമ്പ്യൻ. അപ്പോൾ ലിവ് മോർഗൻ വിൻ ചെയ്തപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യാം. ഇനി കിക്ക് ഓഫിൽ നടന്ന ഒരു മാച്ച് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ആ മാച്ച് പറഞ്ഞിട്ട് ബാക്കി എല്ലാ മാച്ചും നോക്കാം. അപ്പോൾ ആ മാച്ച് മറ്റൊന്നുമല്ല, വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ച് നടന്നത് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസായ ബിയാങ്ക ബെലർ ആൻഡ് ജെറ്റ് കാർഗിൽ ഫോഴ്സസ് ഇൻഡി ഹാർട്ട്വെൽ ആൻഡ് കാൻഡീസ് ലോറെ ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ച് ഇവർക്ക് സൗദിയിൽ മാച്ച് വെക്കാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ള മാച്ചാണ്. മാച്ചിന്റെ അവസാനത്തിൽ ബിയാങ്ക ബെലറും ജെറ്റ് കാർഗിലും തന്നെയാണ് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. ഈ മാച്ച് നിങ്ങളിൽ പലരും കാണാൻ ചാൻസ് ഇല്ല. WWE യൂട്യൂബ് ചാനലിൽ ലൈവ് കണ്ടവർ ഈ മാച്ച് കാണാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമതായി നടന്ന ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് നോക്കാം. IC ചാമ്പ്യൻ സാമി സൈൻ, ബ്രോൺസൺ റീഡ് ആൻഡ് ചാറ്റ് കേബിൾ ഇവർക്കാണ് ഈ മാച്ച് ട്രിപ്പിൾ ത്രെഡ് മാച്ചായിട്ട് നടന്നത്. അപ്പോൾ ഈ മാച്ച് അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. 3 പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ബ്രോൺസൺ റീഡൊക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം അടിപൊളിയായിട്ട് മാച്ചെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾക്ക് ഈ മാച്ചിൽ കാണാൻ സാധിക്കും. മാച്ചിൻ്റെ അവസാനത്തിൽ ഓട്ടീസിനോട് പറഞ്ഞുകൊണ്ട് ബ്രോൺസൺ റീഡിനെ റിങ്ങിന് പുറത്ത് വെച്ച് അറ്റാക്ക് ചെയ്യിപ്പിക്കും ചാറ്റ് കേബിൾ. അതുപോലെ സാമി സൈനെ അറ്റാക്ക് ചെയ്യാൻ പറയുമ്പോൾ ഓട്ടീസ് മടി കാണിക്കുന്നതായിട്ടും ശേഷം ചാറ്റ് കേബിൾ ഓട്ടീസിന്റെ മുഖത്തടിച്ചുകൊണ്ട് സാമി സൈൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ആ സമയം ഓട്ടീസ് അറ്റാക്ക് ചെയ്യുമ്പോൾ സാമി സൈൻ മാറുന്നതായിട്ടും അത് നേരെ ചാറ്റ് കേബിളിന്റെ മേലെ കൊള്ളുന്നതായിട്ടും പിന്നീട് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് സാമി സൈൻ ബ്രോൺസൺ റീഡിനെ ഒരു ഹെലോവ കിക്ക് ചെയ്ത് ഈ മാച്ചിൽ സാമി സൈനാണ് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യനായി മുന്നോട്ട് പോയത്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ നല്ല മാച്ചായിരുന്നു. പിന്നീട് വുമൺസിന്റെ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെന്റ് മാച്ചിന്റെ ഫൈനൽ മാച്ച്. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് സമ്മർ സ്ലാമിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കിട്ടും. ഈ മാച്ച് നടന്നത് നയ ജാക്സ് വേഴ്സസ് ലൈറ വാൽക്കീരിയ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ച് കൺഫേം ചെയ്ത സമയത്ത് വളരെ സിമ്പിളായി നയ ജാക്സ് ഈ മാച്ച് വിൻ ചെയ്യും എന്നാണ് എല്ലാവരും വിചാരിച്ച് കാണുക. എന്നാൽ ഈ മാച്ചിൽ ലൈറ വാൽക്കീരിയ അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്.
അതായത് മുൻപൊക്കെ നമ്മൾ ഒരു മാച്ച് കാണുമ്പോൾ ആ ഒരു റെസ്ലറുടെ കൂടെ നിൽക്കാറുണ്ട്, ആ ഒരു റെസ്ലർ വിൻ ചെയ്യണം എന്ന ലെവലില്. അതുപോലെ നമ്മളിൽ പലരും ലൈറ വാൽക്കിരിയനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടാകും. എടുത്തു പറയാൻ കാരണം നയ ജാക്സ് പോലെയുള്ള ഒരു റെസ്ലർ ആയതുകൊണ്ടാണ്. മറ്റേതെങ്കിലും റെസ്ലർ ആയിരുന്നെങ്കിൽ കിട്ടിയ അവസരത്തിൽ ഫിനിഷറൊക്കെ ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ ഫിനിഷറും ചെയ്യാൻ സാധിക്കില്ല. എന്നാലും ലൈറ വാൽക്കിരിയ പല മൂവെല്ലാം ചെയ്ത് വിൻ ചെയ്യാൻ നോക്കി. അവസാനം റോപ്പിന്റെ മുകളിൽ നിന്നും ഒരു പവർ ബം പോലെ ചെയ്യാൻ നോക്കുമ്പോൾ നയ ജാക്സ് അതങ്ങനെ തന്നെ അവരുടെ ഫിനിഷറാക്കി മാറ്റിക്കൊണ്ട് ഈ മാച്ചിന്റെ അവസാനത്തിൽ ക്വീൻ ഓഫ് ദ റിംഗ് വിൻ ചെയ്തത് നയ ജാക്സ് ആണ്. നയ ജാക്സിന് സമ്മർ സ്ലാമിൽ മാച്ച് കിട്ടും, ചാമ്പ്യൻഷിപ്പ് മാച്ച്. പിന്നീട് ത്രിപിളച്ച് വന്നുകൊണ്ട് ആ ഒരു ക്വീൻ ഓഫ് ദ റിംഗ് എല്ലാം നയ ജാക്സിന് കൈമാറുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഈ മാച്ചിൽ എങ്ങനെ പോയാലും നയ ജാക്സ് ആണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലായി. എന്റെ പ്രൊഡിക്ഷൻ തെറ്റിപ്പോ ഞാൻ ലൈറ വാൽക്കിരിയ വിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മെൻസിന്റെ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റ് മാച്ചിന്റെ ഫൈനൽ മാച്ചാണ് നടന്നത്. ഫൈനൽ മാച്ച് റാൻഡി ഓർട്ടൻ വേഴ്സസ് ഗന്ധർ ഇവർക്കാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിൽ റാൻഡി ഓർട്ടൻ വന്ന സമയത്ത് വേറെ ലെവൽ സപ്പോർട്ടാണ് ഫാൻസ് ചെയ്തിട്ടുള്ളത്. അതും തീം മ്യൂസിക് എല്ലാം ഒരുപാട് ടൈം പ്ലേ ആകുന്നതായിട്ട് നമ്മൾക്ക് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടാകും. കാരണം അത്രമാത്രം സപ്പോർട്ടായിരുന്നു റാൻഡി ഓർട്ടന് ഈ മാച്ചിൽ. അതുപോലെ ഗന്ധർ അവിടുത്തെ ഫാൻസുമായെല്ലാം ദേഷ്യപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നും വളരെയധികം ബൂ വാങ്ങുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. ഇതിൽ എടുത്തു പറയേണ്ടത് റാൻഡി ഓർട്ടനെയാണ്. ഇങ്ങനെ മൊത്തത്തിൽ വേദനയെല്ലാം അനുഭവിച്ച് വേറെ ലെവലായിട്ടാണ് മാച്ചെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതായത് മാച്ചിന്റെ സ്റ്റാർട്ടിങ് നന്നായി മുന്നോട്ട് പോയി എങ്കിലും പിന്നീട് ഗന്ധർ റാൻഡി ഓർട്ടന്റെ ഇഞ്ചുറി ടാർഗറ്റ് ചെയ്ത് റാൻഡി ഓർട്ടനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് കാലിലായാലും റാൻഡി ഓർട്ടന് ബാക്ക് ഇഞ്ചുറി സംഭവിച്ചിടത്തായാലും ഗന്ധർ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ടെല്ലാം തുടങ്ങി. അങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഗന്ധർ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ റാൻഡി ഓർട്ടൻ ഒരു അവസരം കിട്ടുമ്പോൾ ഗന്ധറിനെ ആർക്കെയോ ഫിനിഷർ ചെയ്തു. അതിനുശേഷം റാൻഡി ഓർട്ടനെ പിൻ ചെയ്യാൻ സാധിക്കാതെ കഷ്ടപ്പെട്ട് പിൻ ചെയ്യാൻ നോക്കിയപ്പോൾ ഗന്ധർ ഉരുണ്ട് റിങ്ങിന് പുറത്തേക്ക് പോയി. അതായത് പിൻ ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് റിങ്ങിന് പുറത്ത് പോയി ഇവർ ഫൈറ്റ് ചെയ്ത് റാൻഡി ഓർട്ടൻ ബാക്ക് ടു ബാക്ക് കമന്ററി ടേബിളിന് മുകളിലേക്ക് എടുത്തടിച്ചു ഗന്ധറിനെ. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ റാൻഡി ഓർട്ടൻ അവസാനമായിട്ട് ഗന്ധറിനെ ഒരു ആർക്കിയോ ചെയ്തുകൊണ്ട് റാൻഡി ഓർട്ടൻ പിൻ ചെയ്തു. എന്നാൽ ഗന്ധർ അത് കിക്ക് ഔട്ട് ചെയ്ത് അടുത്ത സെക്കൻഡിൽ തന്നെ അതൊരു റോൾ പിൻ പോലെയാക്കിക്കൊണ്ട് റാൻഡി ഓർട്ടനെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ ഗന്ധറാണ് കിങ് ഓഫ് ദ റിംഗ് വിൻ ചെയ്ത് സമ്മർ സ്ലാമിലേക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടിയിട്ട് അതിനുശേഷം ത്രിപിളച്ച് വന്നുകൊണ്ട് ഗന്ധറിന് കിങ് ഓഫ് ദ റിംഗ് എല്ലാം കൊടുത്ത് പിന്നീട് ഗന്ധർ സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയും വീണ്ടും അവിടെയുള്ള ഫാൻസിനെ എല്ലാം കളിയാക്കുന്നത് പോലെയൊക്കെ കാണിച്ചിരുന്നു. അതായത് അവിടുത്തെ ഫാൻസ് നീ അത് അർഹിക്കുന്നു എന്ന ലെവലിലൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവുക, ഈ ഒരു ലെവലിലെല്ലാം ഗന്ധർ തിരിച്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും ബൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം മറ്റൊരു ക്യാമറ ആംഗിൾ കാണിക്കുമ്പോൾ റാൻഡി ഓർട്ടൻ നടന്നു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് റെഫറിയോടൊപ്പം നടന്നു പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ അടിപൊളി മാച്ചായിട്ടുണ്ട്. എന്തായാലും എൻ്റെ പ്രൊഡിക്ഷനൊക്കെ തെറ്റിപ്പോയി, എന്തായാലും കുഴപ്പമില്ല. കാരണം റാൻഡി ഓർട്ടനെ ക്ലീൻ ആയിട്ട് തോൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം. അപ്പോൾ ഈ മാച്ചിൽ റാൻഡി തോറ്റാലും ഇച്ചാതി പെർഫോമൻസ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ട്രിപ്പിൾ എച്ച് ഒരു വലിയ അനൗൺസ്മെന്റ് നടത്താൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഡ്രൂ മാക്കിൻടയർ ഇഞ്ചുറി ആയതായിരുന്നു, എന്നാൽ ഇപ്പോൾ മെഡിക്കലി ക്ലിയർ ആയിട്ടുണ്ട് എന്നും അതുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റ് മുൻപ് പറഞ്ഞതുപോലെ ഇവർക്ക് തമ്മിലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ട്രിപ്പിൾ എച്ച് കൺഫേം ചെയ്തത്. അതായത് നമ്മൾ കുറച്ചുനാൾ മുൻപ് പറഞ്ഞിരുന്നു ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ പേപ്പർ റിവ്യൂവിൽ മെക്കൻഡയർ ഫോഴ്സസ് ഡാമിൻ പ്രീസ്റ്റ് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് വരുമെന്ന്. അപ്പോൾ അത് തന്നെയാണ് ട്രിപ്പിൾ എച്ചും ഈ സെഗ്മെന്റിൽ പറഞ്ഞത്. ശേഷം ഈ ഒരു മാച്ച് ഒഫീഷ്യലാക്കി കൺഫേം ചെയ്തു ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ പേപ്പർ റിവ്യൂവിലേക്ക്. അപ്പോൾ ഈ സ്പെഷ്യൽസ് അടുത്ത മാസം അതായത് ജൂൺ 15-ാം തീയതിയാണ് നടക്കുന്നത്. അതും നമ്മൾ രാത്രി തന്നെയായിരിക്കും കാണുക. അതിനുശേഷം കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് സ്പെഷ്യൽസിന്റെ മെയിൻ ഇവന്റ് മാച്ചായ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. ഈ മാച്ച് നടന്നത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് വേഴ്സസ് യുണൈറ്റഡ് ചാമ്പ്യൻ ലോഗൻ പോൾ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിൽ സ്പെഷ്യൽ ഗസ്റ്റ് റിംഗ് അനൗൺസർ ആയിട്ട് സൗദിയിലെ ആക്ടറാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് നടന്നതിൽ ഒരു വേറെ ലെവൽ മാച്ച് ആയിട്ടാണ് ഈ മാച്ച് തോന്നിയത്. കാരണം ലോഗൻ പോൾ ആയാലും ശരി കോഡി റോഡ്സ് ആയാലും ശരി രണ്ടുപേരും വേറെ ലെവലായിട്ടാണ് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഒരു അവസരം കിട്ടുമ്പോൾ ലോഗൻ പോൾ കോഡി റോഡ്സിന്റെ ക്രോസ് റോഡ്സ് ഫിനിഷർ കോഡി റോഡ്സിനെ തന്നെ ചെയ്തുകൊണ്ട് പിൻ ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതുപോലെ മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഇവർ ഫൈറ്റ് ചെയ്ത് റിങ്ങിന് പുറത്തേക്കെല്ലാം പോകുമ്പോൾ അവിടെ ലോഗൻ പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും
ബ്രേസ് നെക്കിൾസ് വാങ്ങിച്ചുകൊണ്ട് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഇവര് റിങ്ങിന് പുറത്ത് പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ടേബിളിന്റെ മുകളിൽ വെച്ച് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗൻ പോൾ തീരുമാനിച്ചു. എന്നാൽ കോഡി റോഡ്സ് ലോഗൻ പോളിനെ തിരിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് അവിടെ വെച്ചിട്ടുള്ള ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്ന് കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് ലോഗൻ പോളിനെ ഒരു കോടി കട്ടറെല്ലാം ചെയ്തിരുന്നു. അതിനുശേഷവും ലോഗൻ പോൾ കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഫ്രോഗ് സ്ലാഷ് എല്ലാം ചെയ്ത് ടേബിൾ അടക്കം പൊട്ടിച്ച് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം റിങ്ങിലും കൊണ്ടുവന്ന് മറ്റൊരു ഫ്രോഗ് സ്ലാഷ് ചെയ്തുവെങ്കിലും കോഡി റോഡ്സ് അത് കിക്ക് ഔട്ട് ചെയ്തു. മാച്ചിന്റെ അവസാനത്തിൽ ലോഗൻ പോളും കോഡി റോഡ്സും ഫൈറ്റ് ചെയ്യുമ്പോൾ റഫറിക്ക് പരിക്ക് പറ്റുന്നത് പോലെ ശേഷം കോഡി ഫിനിഷർ ചെയ്തുകൊണ്ട് പിൻ ചെയ്യാൻ നോക്കുമ്പോൾ റഫറി ഉണ്ടാകില്ല. അത് കഴിഞ്ഞതിന് ശേഷം ലോഗൻ പോൾ കോഡി റോഡ്സിന് ഒരു ലോ ബ്ലോ കൊടുത്തു. അത് കഴിഞ്ഞ് ലോഗൻ പോൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള മറ്റൊരു ബ്രേസ് നെക്കിൾസ് എടുത്ത് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യും. എന്നാൽ അവരുടെ അവിടുത്തെ ആക്ടർ സ്പെഷ്യൽ റിംഗ് അനൗൺസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ലോഗൻ പോളിന്റെ കാല് പിടിച്ച് വലിക്കുന്നതായിട്ടും എന്നാൽ ലോഗൻ പോൾ അദ്ദേഹത്തെ ചവിട്ടി താഴേക്കെല്ലാം വിട്ടു. അത് കഴിഞ്ഞ് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ കോഡി റോഡ്സ് അത് അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്ത് പിന്നീട് കണ്ടിന്യൂസ് ആയി 3 പ്രാവശ്യത്തോളം ക്രോസ് റോഡ്സ് ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ കോഡി റോഡ്സ് ആണ് വിൻ ചെയ്ത് സ്റ്റിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ആയത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാച്ച് എന്ന് പറയുമ്പോൾ ഈ 2 മാച്ചാണ്. അതായത് ഗന്തർ വേഴ്സസ് റാൻഡി ഓർട്ടൻ, അതുപോലെ തന്നെ കോഡി റോഡ്സ് ലോഗൻ പോൾ ഇവരുടെ മാച്ച്. ഇതിനർത്ഥം മറ്റുള്ള മാച്ചെല്ലാം മോശമായി എന്നല്ല, IC ചാമ്പ്യൻഷിപ്പും നല്ല മാച്ചായിരുന്നു. എന്നാലും മികച്ചു നിൽക്കുന്ന 2 മാച്ച് ഈ 2 മാച്ചുകളാണ്. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൊണ്ടും സൗദിയിൽ നടന്ന ഈ ഒരു ഷോ അടിപൊളിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്കിൾ ഹൗഡി വരും എന്ന് ഒരുപാട് റൂമറെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു റിട്ടേൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊഴികെ ബാക്കി മാച്ചും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് സ്പെഷ്യൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക.